ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ചൂട് നല്ല സൂപ്പർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് എന്താണ് വേണ്ടത്? നല്ല കഴുകി വൃത്തിയാക്കിയ ചിക്കൻ. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ആദ്യം മസാല ഇടാം. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഇടുക, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഇട്ട് ആവശ്യത്തിന് എരിവ് വേണ്ടത് കുരുമുളകും ഇട്ട് ഉപ്പും ഇട്ടിട്ട് നമ്മുടെ മെയിൻ സാധനമായ നാരങ്ങ പിഴിഞ്ഞ് നന്നായിട്ട് നാരങ്ങ ഫുൾ ചിക്കനിൽ പിടിച്ച് നന്നായിട്ട് നമ്മളങ്ങടെ മസാല ചിക്കനിൽ പിടിക്കുന്നവരെ മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ദം ബിരിയാണി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്, ചിക്കൻ ഫ്രൈ ബിരിയാണിയല്ല. അതുകൊണ്ട് തന്നെ മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കുക. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ആ സമയത്ത് നമുക്ക് ബാക്കി സാധനങ്ങൾ സെറ്റാക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ്, പുതിനയില, നമ്മുടെ മെയിൻ സാധനമായ സവോളയും പിന്നെ തക്കാളിയും കേട്ടോ. ഇത് രണ്ടും നന്നായിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കാനുള്ള പാത്രം എടുക്കാം. അതിനകത്തേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളയ്ക്കാൻ ചൂടാവാൻ വെക്കുക. അത് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച മസാല പോകുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ സവോള ഇടുക. സവോളയും നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ, ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കുക. അത് ഇളക്കി കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ തക്കാളി ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അകത്തേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഇടുക. അതിനുശേഷം നമുക്ക് കുരുമുളക് ആവശ്യത്തിനിടുക. പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഇടുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, അതാണ് നമ്മുടെ ബിരിയാണിയുടെ മെയിൻ സാധനം. എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് വഴണ്ട് വരുമ്പം നമ്മുടെ റെഡിയാക്കി വെച്ചത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാനുള്ള സമയം. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴാണ് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ചിക്കനും ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അതെല്ലാം ഈ മസാല ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. പിന്നെയാണ് നമ്മുടെ ഈ ചിക്കൻ മസാലയുടെ ഗുട്ടൻസ് വരുന്നത്. അതെ, കുറച്ച് തൈര് കേട് നമ്മുടെ ഈ ചിക്കൻ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ആ ചിക്കൻ മസാലയിലേക്ക് ഈ കേട് ഇറങ്ങി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ആ ഒരു ടേസ്റ്റിന് വേണ്ട മല്ലിച്ചപ്പ്, പുതിനയില ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ വേവുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അത് അടച്ച് വെച്ച് കുറച്ച് നേരം ചിക്കൻ വേകുമ്പോഴത്തേക്ക് നമുക്ക് എന്തിലേക്ക് പോകാം? നമ്മുടെ റൈസ് റെഡിയാക്കാനുള്ള സാധനങ്ങളിലേക്ക് പോകാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ നമ്മൾ അളവെടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേവ് വ്യത്യാസം വരും, അപ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ അരിയൊക്കെ കഴുകി നമ്മൾ റൈസ് റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണയിൽ ആദ്യം നമുക്ക് കുറച്ച് നമ്മുടെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ എണ്ണയിലേക്ക് അണ്ടിപ്പരിപ്പിട്ടു. അതിനുശേഷം നമ്മുടെ മുന്തിരി ഇട്ടിട്ട് അതൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്കിന് അത് ഓക്കെ ആയിട്ട് വരും. എന്നിട്ട് നമുക്കത് സെർവ് ചെയ്തെടുക്കാം. ആ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സവോള പൊരിക്കാൻ വേണ്ടിയിട്ട്, സവോള ഫ്രൈ അല്ല, സവോള ഇങ്ങനെ ഒരു കണ്ടിട്ടില്ല ബ്രൗൺ ഷെയ്ഡാകുന്ന, അതുപോലെ ആ സെയിം എണ്ണയിലേക്ക് തന്നെ എടുത്തിട്ട് നമുക്ക് ബ്രൗൺ ആക്കി എടുത്ത് സവോള എടുത്തതിന് ശേഷം വീണ്ടും ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് റൈസിന് വേണ്ട സാധനങ്ങളിടാം. കുറച്ച് ഏലക്കായ, തക്കോലം, കറുവപ്പട്ട, കുറച്ച് ചെറിയ ജീരകം എല്ലാം ഇട്ട് നമുക്കതൊന്ന് എണ്ണയിൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം ആ സെയിം എണ്ണയിലേക്ക് നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുട്ടൻസ് കൂടെ ആഡ് ചെയ്യാണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതും ഒന്ന് ഇതിലേക്കിട്ട് അത് റൈസിനൊരു ടേസ്റ്റ് വരാനാണ്. പിന്നെ നമ്മുടെ റൈസ് പറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് പൂനാരങ്ങ നീരും പിഴിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ച റൈസ് ഇടുക കേട്ടോ. അരി ഇട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് അത് വേവിക്കാൻ അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തെ ചിക്കൻ നോക്കാം. നമ്മുടെ ചിക്കൻ്റെ അകത്തേക്ക് ചിക്കൻ ഏകദേശം വെന്ത് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പം നമുക്ക് ഒരു വാഴയില വെച്ചെടുക്കാം. എന്നിട്ട് വാഴയിലയിലേക്ക് ഉള്ളിലേക്ക് നമ്മൾ റൈസ് ഇടുമ്പം ആ വാഴയിലേൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വാഴയിലേക്ക് കുറച്ചൊന്ന് കീറൽ വെച്ച് കൊടുക്കുക, ഇതുപോലെ കത്തി ഉപയോഗിച്ച്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇപ്പുറത്ത് റെഡിയാക്കി വെച്ചേക്കുന്ന റൈസ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വിതറി
നമ്മൾ ഫസ്റ്റ് ലെയർ വിതറുന്നു. പിന്നെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, നമ്മുടെ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന സവോള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയില ഇട്ടിട്ട് നമ്മളതിടും. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും റൈസ് ഇടുന്നു. വീണ്ടും നമ്മൾ ഡെക്കറേഷൻ്റെ സാധനങ്ങൾ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അടച്ച് വെക്കാം. കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം ആ ദമ്മൊന്ന് സെറ്റാകുമ്പോൾ നമുക്ക് തുറക്കാം കേട്ടോ. ആ ദമ്മങ്ങ് തുറന്നപ്പോഴത്തേക്ക് അടിപൊളി മണം തന്നെ വന്നു കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു. അത് നമ്മൾ ആദ്യം എടുത്തേക്കുന്ന റൈസും ആ ഡെക്കറേഷൻ്റെ സാധനങ്ങളും എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ വാഴയില സൂക്ഷിച്ചെടുത്തതിന് ശേഷം നമുക്കത് വിളമ്പാൻ വെക്കാം. അപ്പോൾ നമ്മൾ ഒരു ബിരിയാണി സ്റ്റൈൽ, കടയിൽ കിട്ടുന്ന ഒരു സ്റ്റൈലിൽ തന്നെ പാത്രത്തിലൊക്കെ ആക്കി, ഒരു കുഞ്ഞി പാത്രത്തിലാക്കി നമ്മൾ വാഴയിലയിൽ തന്നെ കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ നല്ല തൈരും അച്ചാറൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ബിരിയാണിയാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, സാധനം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ റൈസിലിടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടിപൊളിയായിട്ടാകും. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു റൈസിനാണെങ്കിലും മസാലയ്ക്കാണെങ്കിലും. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇനിയും വീഡിയോസ് കാണണം. താങ്ക് യു ഫ്രം ഹേ ഇറ്റ്സ് അബിത സംഗീത്. ബൈ.